ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഡേ 23 ഇന്ന്. നമ്മളിന്ന് ആദ്യം നേരെ അയോധ്യ ടെമ്പിളിൽ പോകും. അത് കഴിഞ്ഞ് പ്രയാഗ്രാജ് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയും കൂടി പോവും. അതായിട്ട് നേരെ വാരണാസി. ഇന്ന് രാത്രി വാരണാസിയാണ് സ്റ്റേ. അപ്പോൾ നമുക്കിന്ന് പൂർണ്ണമായിട്ടുള്ള വിശേഷങ്ങൾ കാണാം. ഓക്കെ ഗൈസ്, ബൈ. നമ്മള് രാമന്റെ അവിടെ നിന്ന് ഇറങ്ങി ഇന്നലെ ഹനുമാന്റെ അവിടെ പോകാം. ഞങ്ങളാണ് പോകുന്നത്. നമ്മള് അമ്പലത്തിനുള്ളിലേക്ക് കയറാൻ പോകട്ടാ. ഉള്ളിക്ക് പോകണമെന്നല്ല അവിടെ അല്ല. അപ്പോൾ പോയി വന്നിട്ട് ബാക്കി വിശേഷം കാണാം. ഓക്കെ, ബൈ. അതെ, നമ്മൾ അമ്പലത്തേക്ക് പോകാം. നമ്മൾ ടെമ്പിളിലേക്ക് പോകാം. हाँ पूरा वो बड़ा टेम्पल है ना, जो नया बनाया। हाँ, नया टेम्पल, नया राम मंदिर। मंदिर बहुत है ना, वो नया नया बनाया है। उसके अंदर लेके जाके हाँ, हम इधर छोड़ देगा। ठीक। कितना पैसा चाहिए आपको? एक आदमी का 200 पड़ेगा। 150 में करेगा क्या? नहीं सर, देखिए उसमें मेरे को खर्चा पानी दूसरे को देना पड़ेगा। नहीं, गाड़ी का भी देखे, सब मिलके। हाँ, सब मिला के 200 मेंबर। बस 200। ഇതിനകത്ത് അടിപൊളി സാധനം. ജയ് ശ്രീരാമനുണ്ട്. പ്രയാഗിലുള്ള ടെമ്പിളാട്ടോ അത് ഈ കാണുന്നത്. നമ്മുടെ ഗ്രീനിലൂടെ ടൗണാട്ടത്. കുറേ സംഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, കോടതിയിലത്തെ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ട്രസ്റ്റിനെ കൊടുക്കാൻ നിരവധി തെളിവുകളായിരുന്നു. പക്ഷേ ഈ മസ്ജിദിൻ്റെ ഭാഗത്ത് വന്നവർക്ക് കൊടുക്കാനൊന്നുമില്ല. കാരണം അത് ഈ ഭാഗം കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ രാമക്ഷേത്രം നിൽക്കുന്ന ഒരു 10-25 ഏക്കർ ലെങ്ത്തിൽ, അതായത് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഭാഗം നോക്കി നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അത്രയധികം ക്ഷേത്രങ്ങൾക്ക് നടുവിലാണ് ഈ രാമക്ഷേത്രം നിൽക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ പരിസരത്ത് 1-2 പള്ളികളുണ്ട്, മുസ്ലിം പള്ളികളുണ്ട്. അത് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. ഈ ഭാഗത്ത് അങ്ങനെ ഒരു ഹിന്ദു മുസ്ലിം കേരളയോ മറ്റുള്ള യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ നമ്മളവിടെ കേൾക്കുന്നത് നേരെ തിരിച്ചാണ്. അത് വെറും രാഷ്ട്രീയമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇന്നത്തെ ഉച്ചത്തെ ബ്രേക്ക്ഫാസ്റ്റും, കാലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചത്തെ ലഞ്ചുമാണ് ഇത്. ബാക്കിയുള്ളവർക്കുള്ള ഫുഡ് വരുന്നുള്ളൂ. ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഞങ്ങൾ ഹാപ്പിയാണ്. രാമക്ഷേത്രം പോകാൻ പറ്റി, ഹനുമാൻ ഗഡി പോകാൻ പറ്റി, അതുപോലെ തന്നെ ശ്രീരാമൻ്റെ സഭ കാണാൻ പറ്റി, ദശരഥൻ്റെ പാലസ് കാണാൻ പറ്റി. ഒരുപാട് കാര്യങ്ങളൊന്ന് കണ്ടുകൂടെ അയോധ്യയിൽ. നമ്മൾ മനസ്സിൽ വിചാരിച്ച പോലെ ഒന്നല്ല അയോധ്യ ക്ഷേത്രം, രാമക്ഷേത്രം. ഒരുപാട് വികസനമാണ് വന്നിട്ടുള്ളത്. ഒരു അഭിമാനം തന്നെയാണ് ഇന്ത്യയുടെ. എത്ര നല്ലൊരു ക്ഷേത്രം ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇത് ഇവിടെ വന്ന് കാണുന്നവരെ നമുക്കൊരു വിഷമം ഉണ്ടായിരുന്നു. ഒരു മസ്ജിദ് തകർത്തിട്ടല്ലേ ഇങ്ങനെ ഒരു ക്ഷേത്രം നിർമ്മിച്ചെന്നുള്ളതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് യഥാർത്ഥ വസ്തുത മനസ്സിലായത്. ഞങ്ങൾ സംസാരിച്ചത് ഇവിടുത്തെ ആളുകളോടൊന്ന്, ലോക്കൽസ് ആയിട്ടുള്ള
എല്ലാ വിഭാഗം ആളുകളോട് സംസാരിച്ചു. മാത്രമല്ല ക്ഷേത്രത്തിനകത്ത് പോയിട്ട് നമ്മൾ അവിടുത്തെ പല കാര്യങ്ങളും കണ്ടു. ക്ഷേത്രം നിർമ്മിച്ച സ്ഥലത്ത് കുഴിച്ചെടുത്ത ഭാഗങ്ങൾ, കുഴിച്ചെടുത്തപ്പോൾ കിട്ടിയ സാധനങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഒരു രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട സാധനങ്ങളാണ്. ഈ കാണുന്ന റെയിൽവേ ട്രാക്കിന്റെ മുകളിൽ ഗംഗാ നദി ആയിട്ടേക്കാണ്. ഗംഗാ നദി അപ്പുറത്ത് റെയിൽവേ ട്രാക്ക്, വേറെ ട്രാക്ക് കൂടി പോകുന്നുണ്ട്. അതിന് വലിപ്പം കണ്ട നമ്മളിപ്പോ പ്രയാഗ്രാജിലേക്ക് ഗേറ്റ് ആണ് കേട്ടോ. പ്രയാഗ്രാജിലേക്ക് കിടക്കാനുള്ള എൻട്രൻസ് ആണിത്. ഇവിടുന്ന് 10-12 കിലോമീറ്റർ കിട്ടിയത്. ഇതാണ് ഗംഗാ നദി. അതിൽ കണ്ട റെയിൽവേ ട്രാക്കിന്റെ മുകളിൽ ബൈക്കുകൾ പോകാനുള്ളൊരു നാട്ടുണ്ടാക്കി കണ്ട. അടിപൊളി സംഭവം. അര കിലോമീറ്റേഴ്സ് ഉണ്ട്. അമ്മയും ഞാനും അച്ഛനും അപ്പുചേട്ടനും കുട്ടനും കൂടി അപ്പുചേട്ടനും അച്ഛനും അതൊക്കെ കുളിക്കാൻ പോവാണ്. ലാക്കിയത്. അപ്പൊ ബോട്ടിലാണ് പോണത്. 5:30 വരെ സമയമുള്ളൂ. അത് കാണാം. അച്ഛനവിടെ ഉണ്ട്. അവിടെ പോയിട്ട് കാണാം. ഇതിവിടെ അവിടെ ഇത് കാണണില്ലേ? ഇത് കാണാം. അവിടെയാണ് അമ്മേ, അവിടെയാണ് എന്താ ചെയ്യാ, ഡിഫൻസുകാരൊക്കെ വരുമ്പോ നമ്മളപ്പോ ഗംഗയും യമുനയും സരസ്വതിയും റിവറുകൾ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് എത്തിക്കുകയാണ്. അപ്പം ഇതവിടെ ഒരു സ്ഥലങ്ങളുണ്ട്, ഒരു കുഞ്ഞി പൂശം. അവിടെയാണ് ബലിയിടല്, മുങ്ങിക്കുളിക്കലൊക്കെ അവിടെയാണ്. അപ്പോൾ അവിടേക്ക് പോവാണ്. അച്ഛനും അപ്പുചേട്ടനും കുട്ടനും അവിടെ ബലിയിടണില്ല, അവിടുത്തെ മുങ്ങുണ്ട്. സരസ്വതി വെള്ളം, സരസ്വതി എന്ന് പറഞ്ഞാൽ പുഴ അടി കൂടെ പോണേ. പിന്നെ യമുന വെള്ളക്കാടും, ഗംഗ നീല കളറാന്ന് പറയണത്, കൃത്യമായിട്ട് അറിയില്ല. അവിടുന്ന് അങ്ങോട്ട് പോകുന്ന ഗംഗ, അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതാണ് യമുന എന്ന് പറയണ. അടി കൂടിയോ സരസ്വതി കൂടിയെന്ന് പറയണത് കൃത്യമായിട്ട് അറിയില്ല. അത് പറഞ്ഞിട്ടുണ്ട്. ഒരു ബോട്ടിലെ പോകേണ്ടത് അങ്ങോട്ട്. അവിടെ പോയിട്ട് കാണാം. കണ്ടാ അപ്പൊ അതേ നമ്മള് പോവാട്ടാ. അവിടെ പോയിട്ട് കുളിച്ചിട്ട് വേണം പോരാനായിട്ട്. അപ്പോ വേണ്ട, അവിടേക്ക് പോയിക്കൊണ്ടിരിക്കാം ബോട്ടില്. सरस्वती नीचे से जा रहे क्या? ഗംഗ യമുന മാത്രം അവിടെ മുകളിൽ കാണുള്ളൂ. സരസ്വതി അടി കൂടെ മൂന്നാണ് പറയുന്നത് ഒഴുകിട്ട്. जहाँ नहाएंगे वो 2 नाव के बीच से टक्कर लगाया। अच्छा, प्लेटफार्म बनाया। अब इच्छा होगा तो नहा लेना, नहीं इच्छा होगा तो अपना ओके, ठीक। वो भी चार्ज लेता है ना, एक लोग का 80 रुपये। हाँ, ഇവിടെ നമുക്ക് വെള്ളത്തിലേക്ക് ആടിയാലിട്ടാണ് ഈ പാലത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നതാണ് യമുന നദി. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു, ഇപ്പൊ ഞാൻ ഈ ക്യാമറ കാണിക്കുന്ന ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഒരു വെള്ളം ഒഴുകുന്നുണ്ട്, അത് ഗംഗയാണ്. ഇതിവിടെ അവിടെ ഇത് കാണണില്ലേ? ഇത് കാണാം. അവിടെയാണ് അമ്മേ, അവിടെയാണ് എന്താ ചെയ്യാ, ഡിഫൻസുകാരൊക്കെ വരുമ്പോ ഇതാണ് പ്രയാഗ്രാജ് പാലസ്. പ്രയാഗ്രാജ് പാലസ് അവിടെ കാണുന്നത്. मेरा नाम सुनील कुमार. ഇവിടെയാണ് നമ്മുടെ
കുളിക്കാൻ പോകുന്നത് ഗംഗ യമുന കൂടി ചെന്ന സ്ഥലം. അടിയിലാണ് കാവേരി ഒഴുകുന്നത്. चलो आप लोग की तरफ ले घुमा इधर किधर देखे उधर देखे इधर देखे चलो उतरो आप लोग ये देखिए वीडियो चालू है ना भैया. चालू है ഞാൻ അവിടേക്ക് നോക്കിട്ട് തൊഴു जमुना पाल का कोरी कोरी लगता है. बस बोलो गंगा जमुना അപ്പൊ നമ്മളിത് ഇവിടുന്ന് ഇറങ്ങാം. പ്രയാഗ്രാജിൽ ഇറങ്ങാൻ പോവാണ്. കുളി കഴിഞ്ഞു. അപ്പൊ നേരെ ഇനി വാരണാസിക്കാണ് ഇനി യാത്ര എടുത്തത്. അപ്പൊ നേരെ വാരണാസി പോയിട്ട് ബാക്കി വിശേഷം കാണാം. ഓക്കെ. നമ്മളിപ്പോ പ്രയാഗ്രാജിൽ നിന്ന് സ്നാനമൊക്കെ കഴിഞ്ഞ് വലിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഇതാണ് പ്രയാഗ്രാജിന്റെ ദീർഘമായിട്ടുള്ള വിഷൻ, ലോങ് വിഷൻ. അപ്പൊ ഇതാണ് ഞങ്ങള് എക്സിറ്റ് ആവണ പ്രയാഗ്രാജിൽ എക്സിറ്റ് ആവണ കവാടാണത്. അപ്പൊ തിരിച്ച് നമ്മള് അടുത്ത ജംഗ്ഷനായിട്ടുള്ള നമ്മുടെ ലൊക്കേഷൻ വാരണാസി. ഇനി വാരണാസിയിലെ വിശേഷങ്ങളായിട്ട് വരാം. അങ്ങനെ നമ്മള് വാരണാസി എത്താറായിട്ട് 12 കിലോമീറ്റർ ഇവിടുന്ന് വാരണാസി.